സദൃശ്യവാക്യം 19 അധ്യായം 21 വാക്യം നമ്മോട് ഇങ്ങനെ ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. നമ്മുടെ വിചാരങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. നമുക്കത് ലഭ്യമാകാതെ ഇരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത വേദനയും സങ്കടവും അമർഷവും ഒക്കെ നമ്മോട് തന്നെ തോന്നും. പിന്നെ നാം വിളിക്കുന്ന നമ്മുടെ ദൈവത്തോടും തോന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ അവൻ കടന്നു പോകുന്നത്? അതിന്റെ കാരണം ഈ തിരുവചനത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. അത് നമ്മുടെ വിചാരങ്ങളാണ്, അത് നമ്മുടെ സ്വപ്നങ്ങളാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. എന്നാൽ നമ്മുടെ വിചാരത്തെക്കാൾ അധികമായി നമുക്ക് നല്ലതിനെ തരുവാൻ തക്കവണ്ണം നാം വിളിക്കുന്ന ദൈവം ശക്തനാണെന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങളുടെയും ഉള്ളത്തിൽ ഒന്ന് ഉടലെടുക്കുന്നുവെങ്കിൽ, യഹോവയുടെ ആലോചനയാണ് നിവർത്തിയാകുന്നത് ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നമ്മുടെ വിചാരങ്ങളൊക്കെ മാറ്റിവെച്ച് ആ ദൈവത്തിന്റെ മുൻപിൽ ഒന്ന് നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഈ പ്രഭാതത്തിൽ നീ ആഗ്രഹിക്കുന്നതിനും മീതെ നിന്നെ നിറപ്പാൻ സർവശക്തനായ ദൈവത്തിന്റെ പക്കലാണ് നീ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ അരികിലാണ് നിൽക്കുന്ന ബോധ്യം നിന്നിൽ രൂപപ്പെടും. അത്തരത്തിലൊരു ചിന്ത നിന്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നീ ആഗ്രഹിക്കുന്നതിനും നീ നനയ്ക്കുന്നതിലും അപ്പുറത്ത് നിനക്ക് വേണ്ടി നന്മകളെ ഒരുക്കുവാൻ അവന് സാധിക്കും. യഹോവയുടെ ആലോചന, നിന്നെക്കുറിച്ചുള്ള യഹോവയുടെ ആലോചന നിന്റെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ നിറവേറുവാൻ പോവുകയാണ്. ഉള്ളിലെ വിചാരങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചേ, ഉള്ളിലെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ചേ. ഈ പ്രഭാതത്തിൽ പുതിയതൊന്നിനെ സ്വീകരിക്കുവാൻ നീ തയ്യാറാവുക. ആമേൻ.